നമസ്കാരം. ഇന്ന് ചക്ക കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ചക്ക ഇട്ട് കൊണ്ടു മഴ കൊണ്ട് ഒരൊറ്റ വെട്ട് വെട്ടിയാൽ മതി, അപ്പോൾ അത് നടുമുറി. ഇനി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൻ്റെ ചോളയൊക്കെ പറിച്ച് അതിനെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ആദ്യം ചക്ക കൊണ്ട് പലതരം ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ, കുറച്ചൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ചക്കര കരിമുള്ളും പൂവിനും മാത്രമേ കളയാറുള്ളൂ. ചവണി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെങ്ങനെ പറിച്ചെടുത്ത് അതിനെ അരിഞ്ഞെടുക്കണം, ചെറുതാക്കി അരിയണം. എരിശ്ശേരിക്കാവുമ്പോൾ ചെറുതാക്കി അരിയണം. ഇത് ചക്ക പറിച്ചിട്ടത്. ഇത് ചക്ക എരിശ്ശേരിക്ക് നുറുക്കിയത്, വറുക്കാൻ, ചക്കക്കുരു മുരിങ്ങലയും ഉപ്പേരി വയ്ക്കാൻ. അപ്പം ചക്ക എരിശ്ശേരി വയ്ക്കാൻ ചക്കയും കുരു നല്ലോണം കുരു കൊടുക്കും കേട്ടോ. അതിൽ കുറച്ച് ഉള്ളി, ജീരകം, നാളികേരം, 2 പറ്റ് വെളുത്തുള്ളി, ഇത്തിരി വേപ്പിലയും, ഇതൊക്കെ കൂടിയിട്ട് വെണ്ണ പോലെ അരയ്ക്കാണ്ട് ഒരുവിധം പച്ചക്കറിയിലേക്ക് അരയ്ക്കണ പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ചക്കയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. വളരെ കുറച്ച് മതി മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് ഇടാം. കുറച്ച് ഉപ്പിട്ടു, വേപ്പില ഇട്ടു, കുറച്ച് വെള്ളം ഒഴിക്കുക. അതിന് അടുപ്പത്ത് ഒരു സ്റ്റീം അടിച്ച് ഇത്തിരി നേരം സിമ്മിട്ട് വയ്ക്കാം. ഇനി ഇതിനെയൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം. നാളികേരമൊക്കെ ഒതുക്കി നല്ലപോലെ വെണ്ണ പോലെ അരയരുത് കേട്ടോ. ചക്ക ഒരു സ്റ്റീം അടിച്ചു, അത് വെന്തിട്ടുണ്ട്. എന്നാലും അതിനൊന്ന് കുത്തി ഉടയ്ക്കുക. എന്നിട്ട് അരച്ച് വെച്ച നാളികേരം അതിൽ ചേർക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഈ വെന്ത ചക്കയിലേക്ക് കടുകും വറ്റൽമുളകും വേപ്പിലയൊക്കെ കൂടി പൊട്ടിച്ച് അതിൽ കാച്ചി വയ്ക്കുക. അപ്പോൾ ചക്കശ്ശേരി വെന്ത് കഴിഞ്ഞു. ഇതാണ് ചക്ക എരിശ്ശേരി. പിന്നെ ഈ കറിയിൽ നാളികേരം വറുത്ത് പൊടിച്ചിടും. അപ്പോൾ അത് വറുത്തെരിശ്ശേരി ചക്ക കൊണ്ട്. ഇപ്പോൾ ചക്കരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. ഇത് ഇടിയൻ ചക്ക മുട്ടയിട്ടിട്ട് ഉലർത്തിയതാണ്. ഇടിയൻ ചക്ക മുലരിയും വയ്ക്കും, പല ഐറ്റം വയ്ക്കും കേട്ടോ. ഇത് ചക്കക്കുരു കൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയതാണ്. ഇതും നല്ല ടേസ്റ്റാണ്. ഇത് ചക്കക്കുരു മുരിങ്ങലയും കൂടിയിട്ട് തോരൻ വയ്ക്കും. ഇത് ചക്ക വറുത്തു, അത് ചക്കരിശ്ശേരി തന്നെ. പിന്നെ ഇത് പരിപ്പും ചക്കക്കുരുവും തക്കാളിയും മാങ്ങയും കൂടി ഒരു കറി വെച്ചതാണ്. അതിലും ചക്കക്കുരു ഉണ്ട്. ഇത് പഴുത്ത ചക്കയാണ് കേട്ടോ. ഇത് വെള്ളാരം ചക്കീന്, അതാണ് ഈ നിറം. നല്ല മധുരമുണ്ട്. ഇത് ഞങ്ങൾക്ക് ജനുവരിയിൽ ചക്ക പഴുത്ത് കിട്ടും. ഇത് ചക്ക മെഴുക്ക് വരട്ടി വെച്ചതാണ്. ഇനി ചക്കമടലും ചക്കച്ചോളയും ചക്കച്ചവണിയും ഇതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ നോക്കാം. കുറച്ച് കടലമാവ് എടുത്തു, കുറച്ച് കായ ഇട്ടു, കായംപൊടി, അത് കഴിഞ്ഞ് മുളക് പൊടി ആവശ്യത്തിനിട്ടു. ഇത്തിരി കൂടുതൽ നിന്നാൽ എരിവ് കിട്ടും. കുറച്ച് സോഡക്കാരിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല പോലെ കുഴച്ചെടുക്കുക. അധികം കട്ടി വേണ്ട, എന്നാൽ ലൂസും അധികം പാടില്ല. അതിൽ മുങ്ങി ആ മടലുമ്പോൾ പിടിക്കണം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ മുക്കി ഇടുക. ബജിക്കായയും ബജിമുളകൊക്കെ ഇടണ പോലെ തന്നെ ഇത് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ മൊരിഞ്ഞു മറിച്ചിട്ടു. ഇനിയിപ്പോൾ ഇത് കോരി എടുക്കാൻ പോകണം. അപ്പോൾ മടൽ ബജി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ചക്കച്ചോള ഇടാം. ചോളയും അതുപോലെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ കൂട്ടിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. അതുപോലെ തന്നെ പഴുത്ത ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. ഇപ്പം ചക്കച്ചോള കൊണ്ടുള്ള ബജി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ കടലമാവ് ബാക്കിയുള്ളതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് ഈ ചക്കച്ചവണി അതിലിടാം. അതും ഒരിഞ്ഞത് കോരിന്. ചക്കച്ചവണി ചക്ക വറുത്ത പോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചക്കമടൽ കൊണ്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചക്കച്ചോള കൊണ്ടുള്ള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചക്ക വറുക്കണ മാതിരി ചക്കച്ചവണിയും വറുക്കാം. ചുരുക്കി പറഞ്ഞാൽ ചക്കേൻ്റെ ഒരു സാധനവും കളയാനില്ല. പിന്നെ ചക്കക്കുരു ഉണ്ടാകും. ചക്കക്കുരു വറുത്ത് പൊടിച്ചു, അണ്ടി വറുത്ത് പൊടിച്ചു, അരി വറുത്ത് പൊടിച്ചു, നാളികേരം വറുത്ത് പൊടിച്ചു, വെല്ലൊരുക്കി ഒഴിച്ച് ഉണ്ടയുണ്ടാക്കിയതാണ്. പിന്നെ ഇത് ചക്ക വരട്ടിയത്. ഇത് 1.5 വരട്ടാണ് കേട്ടോ. തലേ ദിവസം വേവിച്ച് ബ്രൗൺ കളറാക്കി കഴിഞ്ഞിട്ട് ഉരുളിയിലിട്ടിട്ട് വരട്ടിയെടുക്കാറ്. ഇത് ഇടിയൻ ചക്ക.
ഇടിയൻ ചക്ക കൊണ്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പലതരം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പറ്റും. മുതലിട്ടിട്ടും പല നിലയ്ക്ക് വെറുതെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.